ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ച സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ഒരു യാത്രക്കാരൻ മരിച്ചത് എല്ലാവരും അറിഞ്ഞതാണ്. സംഭവത്തിൽ 70 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 37,000 അടി ഉയരത്തിലായിരുന്ന വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് 6,000 അടിയിലേക്ക് താഴുകയായിരുന്നു. 211 യാത്രക്കാരും 18 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ആകാശച്ചുഴി എന്താണെന്ന് നോക്കാം. അന്തരീക്ഷവായുവിന്റെ മർദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ടാണ് വിമാനങ്ങൾ ആടിയുലയാറുള്ളത്. ചെറിയ ആകാശച്ചുഴികൾ അപകടങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിലും ആകാശച്ചുഴികൾ ചിലപ്പോൾ വിമാനങ്ങളെ താഴേക്ക് പതിപ്പിക്കാറുണ്ട്. അന്തരീക്ഷവായുവിന്റെ പ്രവാഹത്തിലുണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ആകാശച്ചുഴി. നേർരേഖയിൽ പോകുമ്പോൾ കാറ്റിന്റെ ഗതി പെട്ടെന്ന് താഴേക്കാകുന്നത് കൊണ്ട് ആകാശച്ചുഴികളിൽ പെട്ടാൽ വിമാനങ്ങൾ താഴേക്ക് പതിക്കും. ആകാശച്ചുഴിക്ക് കാരണം അന്തരീക്ഷത്തിൽ വളരെ പൊക്കത്തിൽ വായുപ്രവാഹത്തിന്റെ വേഗത്തിലും ഗതിയിലും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ്. 23,000 അടി മുതൽ 39,000 അടി വരെ ഉയരത്തിൽ വായുപ്രവാഹത്തിന്റെ ഗതിയും വേഗവും ഒരു വ്യവസ്ഥയുമില്ലാതെ മാറുന്നത് വിമാനങ്ങളുടെ നേരായ പറക്കലിനെ സാരമായി ബാധിക്കാം. വിമാനം അന്തരീക്ഷത്തിൽ താഴെ വീഴാതെ നിൽക്കുന്നതിനുള്ള കാരണം ചിറകുകൾക്ക് മുകളിലും താഴെയുമുള്ള വായുമർദ്ദത്തിന്റെ വ്യത്യാസമാണ്. അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായും ഈ വ്യത്യാസത്തിൽ കുറവുണ്ടാവുകയും വിമാനം താഴേക്ക് പതിക്കുകയും ചെയ്യും. വിമാനം താഴേക്ക് പതിച്ചാലുടൻ വേഗവും ദിശയും വ്യത്യാസപ്പെടുത്തി പൈലറ്റിന് തുടർ അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ വേഗം കഴിയും. സാധാരണയായി 20,000 മുതൽ 40,000 അടി ഉയരത്തിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകാറുള്ളത്. ഇത്തരം ഉലച്ചിലുകൾ മിക്ക വിമാനയാത്രകളിലും ഉണ്ടാകാമെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വായുവിന്റെ സ്ഥിരത അനുസരിച്ച് ലൈറ്റ്, മോഡറേറ്റ്, സിവിയർ, എക്സ്ട്രീം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ടർബുലൻസിനെ പെടുത്താം. മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ടർബുലൻസ് ആണെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകില്ല. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നേ ഉള്ളൂ. എന്നാൽ എക്സ്ട്രീം ടർബുലൻസിൽ വിമാനം ഉയരത്തിൽ നിന്ന് വലിച്ച് താഴോട്ടോ മുകളിലോട്ടോ ഇടുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. പൈലറ്റുമാർക്ക് വിമാനം നിയന്ത്രിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുമുണ്ടാകും. ആകാശച്ചുഴിയെ പ്രതിരോധിക്കാൻ യാത്രക്കാർ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണം. പരിഭ്രാന്തരാകാതെ വിമാന ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ബാഗുകൾ പോലുള്ളവ സീറ്റിന്റെ അടിവശത്തും വയ്ക്കുക. ഛർദിൽ ഉണ്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കുക തുടങ്ങിയവയാണ് വിമാനയാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.